ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ മുകുന്ദൻ അടിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കണം. വേറെ ആരുമില്ല, സഞ്ജയ് തന്നെയാണ് കേട്ടോ. സഞ്ജയ് ഒരാളിനെ നിർത്തിയിട്ട് നമ്മുടെ മുകുന്ദൻ ഒരു വഴി കൂടെ വരികയായിരിക്കും, എവിടേക്കോ പോയിട്ട് വരാൻ കേട്ടോ. അപ്പോൾ സഞ്ജയ് കോളാക്കിയിട്ട് അവൻ വരുന്നുണ്ട്. സഞ്ജയ് കൊട്ടേഷൻ കൊടുത്ത ആൾ പറയണേ, അവൻ വരുന്നുണ്ട്, അവനക്കിട്ട് ഞാൻ നന്നായി കൊടുത്തോളാം, സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട പറഞ്ഞിട്ട് പറയണം കേട്ടോ. അപ്പം തന്നെ അവൻ്റെ പേര് മെൻഷൻ ചെയ്യേണ്ടത് സഞ്ജയ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം സഞ്ജയ് ആണെന്ന്. എന്നിട്ട് വന്നിട്ട് നന്നായി ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ മാറിയിട്ടൊരു ആളാടാ, നീ എന്താണ് കാട്ടുന്നത്, കാര്യം പറഞ്ഞിട്ട് അടിക്കടാ പറഞ്ഞിട്ട് ഓരോന്ന് നമ്മുടെ മുഖത്തും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അയാൾ നിർത്തണമില്ല, കാര്യങ്ങളൊന്നും പറയണമില്ല. ഒരേ അടി കേട്ടോ, നിർത്താത്തൊരടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അവസാനം കാലും കൊണ്ട് ചവിട്ടിയിട്ട് അയാൾ തെന്നി മാറി പോവുകയാണ്. അപ്പം തന്നെ നമ്മുടെ ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ മുഖത്തിന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ പോണത് വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് പോയിട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയണ്. അതേത് ദ്രോഹിയാണെങ്കിലും അവരുടെയൊക്കെ വിചാരം എന്താണ്, സ്വപ്നയാണ് കൊട്ടേഷൻ കൊടുത്തത് പറഞ്ഞിട്ട് അമ്മ സംസാരിക്കുന്നത് നമ്മുടെ മുകുന്ദനോട്. അവളോട് ഒരു ഉപദ്രവം ചെയ്യണില്ല, പിന്നെ എന്തിനാ ഇവൾ ഇങ്ങനെയൊക്കെ നിൽക്കണത്, നീ പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക പറഞ്ഞു. വേണ്ട അമ്മേ, അത് ഞാൻ കൊടുത്തു പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ എല്ലാ കളികളും ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും പോലീസ് അന്വേഷിക്കും, പിന്നെ അത് ഗിരി അറിഞ്ഞു പറഞ്ഞാൽ പിന്നെ വലിയൊരു ഇതാകും, എന്തിനാ വെറുതെ, അതൊന്നും വേണ്ട, അത് അവൾ തന്നെയാണോന്ന് അറിയില്ലല്ലോ പറഞ്ഞിട്ട് പറയണേ. ഗൗരവമ്മൻ്റെ മനസ്സിൽ സ്വപ്നയാണ് ഇത് ചെയ്തത് എന്ന് മാത്രമാണ്. പക്ഷെ ഒന്ന് സത്യം ഒന്ന് നോക്കി പറഞ്ഞാൽ സഞ്ജയ് ആയിരിക്കും. എന്തായാലും ഇത് ഗിരി അറിയുന്നുണ്ട്, ഗിരിക്ക് എന്തായാലും മനസ്സിലാവേണ്ട അത് സഞ്ജയ് ആണ് ചെയ്തതെന്ന്. എന്നിട്ട് ഗൗരിയമ്മ മുകുന്ദൻ ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മഹിമ കയറി വരിക. മഹിമ കയറി വന്നതും എന്താ വക്കീലെ, എന്ത് പറ്റി, കാര്യം പറയുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല മഹിമയെ, ഒരാൾ വന്ന് എന്നെ ഇടിച്ചു, ആരാണെന്നൊന്നും എനിക്ക് അറിയില്ല പറഞ്ഞിട്ട് പറഞ്ഞു. മാറിയിട്ടോണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് പറയണം. അപ്പം മഹിമ പറയും, അതാരാണെങ്കിലും മുടിഞ്ഞു പോട്ടെ പറഞ്ഞിട്ട് പറയണം കേട്ടോ. മഹിമയ്ക്ക് ഇഷ്ടമല്ലല്ലോ വക്കീലിനെ തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.